ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ഇന്ന് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിൻ്റെ 5ാമത്തെ മത്സരമായിരുന്നു. എതിരാളികൾ മറ്റാരുമല്ല, കരുത്തരായ മുംബൈ ആയിരുന്നു. ഈ മത്സരത്തിൽ മുംബൈയെ അട്ടിമറിക്കാൻ ഇപ്പോൾ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 15 റൺസിൻ്റെ ഒരു വിജയമാണ് കേരളം മുംബൈക്ക് മേൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തിളങ്ങിയ ഒരു മത്സരം കൂടിയായിരുന്നു ഇത്. അതായത് ആദ്യം ബാറ്റ് ചെയ്ത കേരളം 5 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസാണ് എടുത്തത്. സഞ്ജു സാംസൺ 28 പന്തുകളിൽ നിന്നും 46 റൺസ് സ്വന്തമാക്കി. അതായത് 4 ഫോറുകളും ഒരു സിക്സറുമാണ് സഞ്ജു നേടിയത്. അതേസമയം വിഷ്ണു വിനോദ് 40 പന്തുകളിൽ നിന്നും 43 റൺസ് എടുത്ത് പുറത്താവാതെ നിന്നു. അതുപോലെ തന്നെ അസ്ഹറുദ്ദീന് 32 റൺസ് എടുത്തിട്ടുണ്ട്. കൂടാതെ ഷറഫുദ്ദീന്റെ ഒരു വെടിക്കെട്ട് പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട്. 15 പന്തുകളിൽ നിന്ന് 35 റൺസ് അദ്ദേഹം സ്വന്തമാക്കി പുറത്താവാതെ നിൽക്കുകയായിരുന്നു. 5 ഫോറുകളും 2 സിക്സറുകളുമായിരുന്നു അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത്. അങ്ങനെയാണ് കേരളം 178 റൺസ് സ്വന്തമാക്കിയത്. അതേസമയം മുംബൈയെ വരിഞ്ഞു കെട്ടാൻ കേരളത്തിന്റെ ബൗളർമാർക്ക് സാധിക്കുകയായിരുന്നു. 163 റൺസിൽ 10 വിക്കറ്റുകളും മുംബൈക്ക് നഷ്ടമായി എന്നുള്ളതാണ്. ആയുഷ് മാത്ര 3 റൺസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അജിങ്ക്യ രഹാനെ 18 പന്തുകളിൽ നിന്ന് 32 റൺസ് എടുത്ത് പുറത്തായി. സർഫറാസ് ഖാൻ 52 റൺസാണ് എടുത്തിട്ടുള്ളത്. സൂര്യകുമാർ യാദവ് തിളങ്ങിയിട്ടില്ല. 25 പന്തുകളിൽ നിന്നും 32 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ ശിവം ദൂബെ 11 റൺസ് എടുത്തു. ഷർദുൽ താക്കൂർ റൺസ് ഒന്നും എടുക്കാതെ മടങ്ങി. അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങൾക്കൊന്നും വലിയ ഒരു ഇമ്പാക്റ്റ് മുംബൈ നിരയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടുകൂടിയാണ് 15 റൺസിന്റെ ഒരു വിജയം ഇപ്പോൾ കേരളം സ്വന്തമാക്കിയിട്ടുള്ളത്. KM ആസിഫിന്റെ ഒരു മികവ് എടുത്തു പറയേണ്ടതാണ്. 24 റൺസ് വഴങ്ങി 5 വിക്കറ്റുകളാണ് ആസിഫ് വീഴ്ത്തിയിട്ടുള്ളത്. വിഘ്നേഷ് പുത്തൂർ 2 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ഷറഫുദ്ദീൻ ഒരു വിക്കറ്റ് വീഴ്ത്തി. അതുപോലെ തന്നെ നിതീഷും അബ്ദുൽ ബാസിത്തും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും മികച്ച പ്രകടനം പുറത്തെടുത്തതോടുകൂടിയാണ് കരുത്തരായ മുംബൈയെ ഇപ്പോൾ കേരളം പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.